നമസ്കാരം. എറണാകുളത്തിൻ്റെ അതിർത്തി പ്രദേശമായ അരൂർ മുതൽ ചേർത്തല വരെ ഏതാണ്ട് 20 കിലോമീറ്ററിലധികം ഒരു ഉയരപ്പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതകളിൽ ഒന്നാണിത്. വാസ്തവത്തിൽ എന്തിനാണ് അവിടെ ഇങ്ങനെ ഒരു ഉയരപ്പാത എന്നത് ഇപ്പോഴും പിടികിട്ടാത്ത വാസ്തവമാണ്. വളരെ നിരപ്പായ പ്രതലമാണ്. അവിടെ ഇത്രയും വലിയൊരു പാലം നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ശാസ്ത്രീയ കാരണങ്ങൾ കാണാം. ഭാവിയിൽ ആ പ്രദേശമൊക്കെ വെള്ളത്തിലാകുമെന്ന ആശങ്ക കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷത്തിലധികമായി. ഈ 2 വർഷത്തിനിടയിൽ എത്ര അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിനൊരു കണക്കൊന്നുമില്ല. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അപകടങ്ങളിൽ ഏറ്റവും ഭയാനകമായതാണ് ഇന്ന് വെളുപ്പിന് 2:30 സംഭവിച്ചത്. ഇതുപോലൊരു ദുരന്തം രാജ്യത്തുണ്ടായിട്ടുണ്ടോ എന്ന് ആശങ്കയുണ്ട്. കാരണം ഒരു മരണമേ ഉണ്ടായിട്ടുള്ളൂ. രാജേഷ് എന്ന് പറയുന്ന ഒരു പിക്കപ്പ് വാൻ ഡ്രൈവർ, അയാൾ മാത്രമാണ് മരിച്ചത്. പക്ഷെ ആ മരണവും അപകടവും ഭയപ്പെടുത്തുന്നതും വലിയൊരു ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നതുമാണ്. ഏതാണ്ട് 8000 കിലോഗ്രാം ഭാരവും 32 മീറ്റർ നീളവുമുള്ള ഒരു ഗർഡർ 2 വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തി മുകളിൽ സ്ഥാപിക്കുന്നതിനിടയിൽ അവിടുന്ന് തെന്നി താഴേക്ക് വീണ് അതിന് താഴെക്കൂടെ പോയിരുന്ന പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷ് മരിക്കുകയായിരുന്നു. രാജേഷിന് ഭാര്യയും 2 മക്കളുമുണ്ട്. വല്ലാത്ത നിർഭാഗ്യമായിരുന്നു മനുഷ്യൻ്റെത്. തമിഴ്നാട്ടിലേക്ക് 2 ദിവസം മുമ്പ് മുട്ട കൊണ്ടുപോകാൻ പോയ മനുഷ്യനാണ്. അയാൾ സ്ഥിരം ഡ്രൈവർ അല്ല. സ്ഥിരം ഡ്രൈവർ വരാതിരുന്നത് കൊണ്ട് പകരക്കാരനായി പോയതാണ്. അയാളുടെ കുടുംബം അനാഥമായിരിക്കുന്നു. ദേശീയപാതയിലെ ചന്ദിരൂരിലായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. ഈ അപകടം ഉണ്ടാകുന്നതിന് 4 മണിക്കൂർ മുമ്പ് ഈ ചന്ദിരൂർ വഴി ഈ വഴി കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ അതിലെ കടന്നു വരുമ്പോൾ എൻ്റെ സാരഥിയോട് പ്രത്യേകം ചോദിച്ചു, ഇത് അപകടമാണല്ലോ ഈ കാണിക്കുന്നത്, ഇനി നമ്മളൊക്കെ ഇതിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെങ്ങാനും പൊട്ടി താഴോട്ട് വീണാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ സാരഥിയോട് ചോദിച്ചതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അപകടം ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിനിടയിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത്. കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ കോടതി ആവശ്യങ്ങൾക്കായി അനേകം തവണ ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു തവണ ഇട്ടുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് കൂട്ടത്തോടുകൂടി ഞങ്ങളുടെ വാഹനത്തിന് മുകളിലേക്ക് വീണു. വലിയ തോതിൽ വീണിട്ട് ഒടുവിൽ വണ്ടി മാറ്റി നിർത്തിയിട്ട് അവർ തന്നെ അത് കഴുകി തരികയായിരുന്നു വാഹനം. ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരൊക്കെ വല്ലാത്തൊരു ദുരിതത്തിലാവുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യം ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയം തന്നെയാണ്. ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പലരും ചോദിക്കും. നിർത്തിവെക്കേണ്ടതില്ല, ദേശീയപാത നിർമ്മിക്കണം. പക്ഷേ ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ ദേശീയപാത നിർമ്മിക്കുന്നത്. രാജ്യത്ത് എല്ലായിടത്തും ദേശീയപാത നിർമ്മാണം നടക്കുന്നു. ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ ബദലായി മനുഷ്യന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായാലും സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണം. അതെല്ലായിടത്തുമുണ്ട്. ഇവിടെ ഇത്രയും വലിയ പാലം പണിയുമ്പോൾ അതിനുള്ള പകര സംവിധാനം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം, പകരം വഴി ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വശത്ത് നിർമ്മാണം നടക്കുമ്പോൾ മറുഭാഗത്തുകൂടി മാത്രമേ വാഹനം പോകാൻ പാടുള്ളൂ. വലിയ വീതിയുള്ള റോഡാണ് നിർമ്മിക്കുന്നത് ഓർക്കണം. ഇവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോളും ഇല്ല. അവിടെ ജോലിയെടുക്കുന്നവരുടെ അവസ്ഥയും കഷ്ടമാണ്, അതിലെ പോകുന്ന മനുഷ്യരുടെ അവസ്ഥയും കഷ്ടമാണ് എന്ന് വ്യക്തമാകുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്തരം കൂറ്റൻ ഗർഡുകൾ താഴേക്ക് വീണിട്ടുണ്ട്. ആളുകൾ മരിച്ചിട്ടില്ല എന്ന് മാത്രം. ഇക്കുറി മാത്രമാണ് ആ വാൻ പൂർണ്ണമായും തച്ചുടഞ്ഞു പോയത്. ഏതാണ്ട് 3-3.5 മണിക്കൂർ എടുക്കേണ്ടി വന്ന അയാളുടെ മൃതദേഹം പുറത്തെടുക്കാൻ. ഇത്രയേറെ സുരക്ഷാ പാളിച്ചകളോടെ റോഡ് നിർമ്മാണം നടത്തുന്നത് വളരെ ഗൗരവത്തോടെ പുനഃപരിശോധിക്കേണ്ടതാണ്. ഉടൻ തീരുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇത് ഉടനെ അങ്ങ് തീരാൻ പോകുന്നില്ല. ഒരുപാട് പണി ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് പരമാവധി അപകടം കുറയ്ക്കുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കണം. ആ ഭാഗത്തു കൂടി പോകുന്നത് ഒഴിവാക്കി പകര സംവിധാനം ഒരുക്കണം. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഈ ദേശീയപാത നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ മനുഷ്യൻ്റെ ജീവൻ സുരക്ഷിതമാക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. ആ ഒരു ബാധ്യതയില്ലായ്മ ഇവരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റോഡിലൂടെയുള്ള യാത്ര ഭയാനകമാണ്. MC റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. കാരണം ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ആ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ മുഴുവൻ ഇപ്പോൾ യാത്ര ചെയ്യുന്ന MC റോഡിലൂടെയാണ്. മണിക്കൂറുകൾ വേണ്ടി വരും. MC റോഡിൽ പണ്ടൊക്കെ തിരക്ക് കുറവായിരുന്നു. നമുക്ക് 3 മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് ചെല്ലാമായിരുന്നെങ്കിൽ ഇപ്പോൾ 4-4.5 മണിക്കൂർ വേണം. ഞാനതിൽ MC റോഡിലൂടെയാണ് എറണാകുളത്തേക്ക് പോയത്. അവിടെ MC റോഡിൽ പോയി ചങ്ങനാശ്ശേരിയിൽ ചെന്നിട്ടാണ് ആലപ്പുഴയ്ക്ക് പോയിട്ട് ആലപ്പുഴയിൽ നിന്ന് അരൂർ വഴി എറണാകുളത്തേക്ക് പോയത്. കാരണം അതാണ് എളുപ്പവഴി. ദേശീയപാത നിർമ്മാണം നടക്കുന്നതുകൊണ്ട് അവിടെ കൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. MC റോഡിൽ വാഹനങ്ങളുടെ വലിയ തള്ളിക്കയറ്റമാണ്. എന്തിനേറെ MC റോഡിലെ പല യാത്രക്കാരും ഇപ്പോൾ പോകുന്ന പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലൂടെയാണ്. ഈ 2 വഴികളും പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയും MC റോഡും ശ്വാസം മുട്ടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടം അവിടെയും ഏറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ദേശീയപാതയിൽ നിർമ്മാണത്തിനിടയിലും അപകടമുണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കേണ്ട ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ഒരു റോഡ് പണി നടക്കുമ്പോൾ ആ റോഡിൽ അപകടമുണ്ടാവുമെങ്കിൽ മറ്റു വഴികൾ തുറന്നു കൊടുക്കണം. കൃത്യമായ റോഡ് സൈനിങ് വേണം. ഡീവിയേഷൻ എഴുതി വെക്കും. എന്നിട്ട് ഡീവിയേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ടതെന്ന് നമുക്ക് കേരളത്തിൽ ഒരിടത്തില്ല. പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം അത്. ഡീവിയേഷനോട് കയറ്റിവിടും. കയറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു.
നിങ്ങൾ എതിരെങ്കിലൊക്കെ പോയിക്കോണം. എത്രയോ ആളുകൾക്ക് വഴിതെറ്റുന്നു, എത്രയോ ഇന്ധനം വെറുതെ കത്തിത്തീരുന്നു, പ്രകൃതിക്കും മനുഷ്യനുമൊക്കെ നഷ്ടമുണ്ടാക്കുന്നു. ഒരു കൃത്യമായ സംവിധാനമില്ല. ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ പകരം വഴികൾ വൺ വേ ആയി കൊണ്ടുവരേണ്ട ബാധ്യതയാണ് സർക്കാരിനുള്ളത്. അത് വൺ വേ ആയിരിക്കണം. ഒരു വശത്തേക്ക് പോകാൻ പാടുള്ളൂ, മറുഭാഗത്ത് വരേണ്ടത് മറുഭാഗത്തു കൂടിയായിരിക്കണം. ഇത്തരം ഒരു സംവിധാനവും ഒരുക്കാതെ താഴത്തെ സർവീസ് റോഡുകൾ ടാറ് ചെയ്ത് യാത്രയ്ക്ക് സൗകര്യമൊരുക്കാതെയാണ് ഇവർ ഈ ദുരന്തം ചോദിച്ചു വാങ്ങുന്നത്. എത്ര മനുഷ്യരുടെ ജീവൻ ഇനിയും പൊലിഞ്ഞാൽ ഇവർ ഈ പാഠം പഠിക്കും? എത്രയോ അപകടങ്ങൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടത് തടയാൻ, അത് മുൻകൂട്ടി കാണാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവർക്ക് ഒരുക്കാൻ കഴിയുന്നില്ല? എന്തായാലും ഇനി കുറച്ചു ദിവസത്തേക്ക് റോഡിൻ്റെ അവകാശവാദം CPIM-ഉം സർക്കാരും ഉപേക്ഷിക്കുമെന്ന് തീർച്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം റോഡിൽ സുഖമായി വരുമ്പോൾ, നല്ല പേര് കേൾക്കുമ്പോൾ അവകാശവാദം ഉണ്ടാവണം. ഇടിഞ്ഞു വീഴുമ്പോൾ, മനുഷ്യർ മരിക്കുമ്പോൾ അതൊക്കെ ദേശീയപാത അതോറിറ്റിയുടെ കുറ്റമായി കാണും. ദേശീയപാത അതോറിറ്റിയെ കുറ്റപ്പെടുത്തുന്ന ദിവസങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇന്നത്തെ മരണം അവസാനത്തേത് മാത്രമാണ്. എത്രയോ മരണങ്ങൾ ഈ റോഡിലുണ്ടായിരിക്കുന്നു, അതിൻ്റെ കണക്ക് പോലും ലഭ്യമല്ല. നമ്മുടെ മനസ്സിൽ ഇത്തരം ഓർമ്മകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അനേകം മനുഷ്യർ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോ നിർമ്മാണ സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. അനേകം പേർ രക്തസാക്ഷികളാവുന്നു. നമ്മളിൽ പലരും പിന്നീട് ചീറിപ്പാഞ്ഞ് വികസനത്തിൻ്റെ ഗാഥകളോടി നടക്കുമ്പോൾ പാവപ്പെട്ട ചില മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ആരു തടയും? ഇത് മുഴുവൻ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട്, സുരക്ഷാ വീഴ്ച കൊണ്ട് സംഭവിക്കുന്ന. ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു ചെറിയ കുറിപ്പ് ഞാൻ കണ്ടു. അത് എഴുതിയിരിക്കുന്നത് രക്തസാക്ഷികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. KR സേതുരാമൻ എഴുതിയിരിക്കുന്നു, വരും തലമുറ അരൂർ തുറവൂർ ഉയരപ്പാതയിലൂടെ വാഹനങ്ങളിൽ ചീറിപ്പായും. അവർക്കറിയില്ലല്ലോ പാത നിർമ്മാണത്തിനിടെ പ്രദേശവാസികൾ സഹിച്ച ദുരിതങ്ങളും അതിലുപരി അപകടങ്ങളിൽ മരിച്ചവരെയും. കുടുംബം നോക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർ തിരികെ വീട്ടിലേക്ക് ആംബുലൻസിൽ വെള്ളപൂശി എത്തിയപ്പോൾ താളം തെറ്റിയ ആ കുടുംബങ്ങളുടെ തുടർ ജീവിതം. ഉയരപ്പാത നിർമ്മാണം ആരംഭിച്ച് 2 വർഷത്തിനിടെ 1ഉം 2ഉമെല്ലാം 43 പേരാണ് പലതരം അപകടങ്ങളിൽ മരിച്ചത്. അതിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നവവധു, മക്കളുടെ സഹായത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത വൃദ്ധർ അടക്കമുണ്ട്. ഇത്തരത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണമടഞ്ഞവരിൽ ലഭ്യമായവരുടെ ചിത്രം, മേൽവിലാസം, അപകടം സംബന്ധിച്ച വാർത്ത വന്ന ദിവസം എന്നിവ ചുവടെ. എന്നിട്ട് അനേകം പേരുടെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ്. അവരെയൊക്കെ കൊന്നുതള്ളിയത് വികസനത്തിന്റെ പേരിൽ സുരക്ഷാ സംവിധാനം ഒരുക്കാത്ത ഭരണകൂടങ്ങളാണ്. അതിന്റെ തുല്യ ഉത്തരവാദിത്വം മോദിക്കും പിണറായിക്കുമുണ്ട്. നല്ലത് സംഭവിക്കുമ്പോൾ മൈലേജ് എടുക്കുക, മോശം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാരെങ്കിലും ഏൽപ്പിക്കുക. ഇത് നടക്കില്ല. ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഈ പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്രത്തിനും അതിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്ന കേരളത്തിനും തുല്യമായി അർഹതപ്പെട്ടതാണ്. ഈ രക്തസാക്ഷികളെ മറന്നുകൊണ്ട് നമുക്ക് അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല.